പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ വിജയങ്ങളും ഏറ്റവും കനത്ത തോൽവികളും നമുക്ക് ഒന്ന് പരിശോധിച്ച് പെട്ടെന്ന് വരാം. ആദ്യം നമുക്ക് തൃത്താലയിലേക്ക്. എം പി രാജേഷ് മത്സരിച്ച അതേ തൃത്താല. അവിടെ 76,427 വോട്ടാണ് വി ടി ബൽറാം ഇത്തവണ തൃത്താലയിൽ നേടിയത്. അതായത് 47.91%. എം പി രാജേഷ് മന്ത്രി അവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 68,042 വോട്ടാണ്. അതായത് 42.65%. വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്നത്. 15,051 വോട്ടാണ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് ലഭിച്ചത്. 9.435%. തൃത്താല യഥാർത്ഥത്തിൽ ഒരു LDF-ന് കൊടുങ്കോട്ട എന്നൊന്നും പറയാൻ കഴിയുന്ന മണ്ഡലമല്ല. അത് UDF-നും കൃത്യമായ പ്രാധാന്യമുള്ള മണ്ഡലം തന്നെയാണ്. അവിടെ അട്ടിമറിയിലൂടെയാണ് യഥാർത്ഥത്തിൽ എം പി രാജേഷ് മന്ത്രിയായത്. വീണ്ടും അങ്ങോട്ടേക്ക് എം പി രാജേഷ് വരുന്നു. അവിടെ എം പി രാജേഷ് ഈ പറയുന്ന പോലെ അവിടെ ഭരണവിരുദ്ധ വികാരത്തിന് കൊടുക്കാൻ എം പി രാജേഷിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല മന്ത്രിമാർ ഒരു മന്ത്രി അവരുടെ ഭരണമികവ് അല്ല അതിനകത്ത് പ്രശ്നം. സുനാമി അടിച്ചു, അതെ, അടിച്ചു, അതിൽ താഴ്ന്നുപോയി. ഇപ്പൊ ആ ഭരണത്തിനെതിരെ വിരുദ്ധ വികാരം അടിക്കുമ്പോൾ ആദ്യം വീഴേണ്ടവർ മന്ത്രിമാരാണ്. അക്കാര്യം തർക്കമില്ല. ആദ്യം വീഴേണ്ടവർ മന്ത്രിമാരാണ്. അത്രയധികം മന്ത്രിമാർ കടപുഴകി. അതിനുശേഷം എന്നെ അത്ഭുതപ്പെടുത്തി ഈ തൃത്താല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, കളമശ്ശേരി, അപ്പൊ കളമശ്ശേരിയിലൊക്കെ നല്ല മന്ത്രിയായിരുന്നു പി രാജ. അപ്പോ നല്ല ഓർഗനൈസറാണ്. പക്ഷെ ഇങ്ങനെയുള്ള മന്ത്രിമാരൊക്കെ നിലം പൊത്തുമ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു സുനാമി അടിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചെറിയ പ്രകമ്പനം പോലും ഇവർക്ക് എന്തോ മനസ്സിലായില്ല. അവർക്ക് മനസ്സിലായിട്ടാണോ മനസ്സിലാവാത്ത പോലെ നടിച്ചാണോ നമുക്ക് അറിയില്ലോ. തിരുത്താനാലും നമുക്ക് പറയാൻ പറ്റാത്ത ചില സോഴ്സുകളിൽ പിണറായി വിജയൻ തന്നെ ചില ആശങ്ക പങ്കുവച്ചതായി ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കും. നമ്മോടൊന്നും അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.